അപ്പോൾ ചങ്ങന്മാരെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാലേ ഇതേ ചെറിയൊരു കൈക്കോട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാ ഒരു കുറച്ച് വെള്ളമുണ്ട്, അര ബക്കറ്റോളം വെള്ളമുണ്ട്. ഒരു കുഴി കുത്തുക, എന്നിട്ട് ആ വെള്ളം ഈ കുഴിയിൽ ഒഴിച്ചിട്ട് ചൂട് എങ്ങനെ കുറക്കാം, അഥവാ ഫലപ്രദമായിട്ട് എങ്ങനെ ചൂടില്ലാതെ നമുക്കൊക്കെ ഭാവിയിൽ കിടന്നുറങ്ങാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എന്തായാലും നേരെ വീഡിയോയിൽ പോകാം. എല്ലാവരും ചൂടിനെങ്ങനെ കുറ്റം പറയും. ഈ കൊല്ലം അത്ര ചൂടാണ്, 35 ഡിഗ്രി 40 ഡിഗ്രി 50 ഡിഗ്രി ഡിഗ്രി കണക്ക് ഇങ്ങനെ പറയും. പക്ഷെ ഇതെങ്ങനെ ഫലപ്രദമായിട്ട് ചൂട് കുറക്കാം എന്നുള്ളത് നമ്മൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ലല്ലോ. അപ്പോൾ എന്തായാലും വീഡിയോ അവസാനം വരെ കണ്ടോളി. ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടാവില്ല, നിങ്ങൾക്ക് നല്ല നിങ്ങളെ ഭാവി തലമുറക്ക് ഒരിക്കലും നഷ്ടാവില്ല. അപ്പോൾ എന്തായാലും വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിച്ചോട്ടോ. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കുഴി എടുക്കണം. ഒരു 6-7 ഇഞ്ച് ആഴത്തിലുള്ള ചെറിയൊരു കുഴി എടുക്കുക. വെള്ളം മസ്റ്റാണ് ഇതിന്. അപ്പോൾ കുഴി എടുക്കാം നമുക്ക് ആദ്യം. നല്ല ഉറച്ച മണ്ണാട്ടോ. അപ്പോൾ നിങ്ങളിങ്ങനെ വിചാരിക്കും എന്തിനാണ് കുഴി, എന്തിനാണ് വെള്ളം എന്നൊക്കെ. വീഡിയോ നിങ്ങൾ കണ്ടോളൂ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് മാത്രമല്ല ഭാവി തലമുറക്ക് വരെ ഒരുപാട് ഉപകാരവും. എന്തായാലും വേഗം കുഴി എടുക്കാം നമുക്ക്. ഇപ്പോൾ ഏകദേശം ഇത്രത്തോളമായിട്ടുണ്ട് കേട്ടോ. ഇവിടെ നല്ല ഉറച്ച മണ്ണാണ്. ഇത് എത്രത്തോളം ഫലപ്രദമാവും എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും മൊത്തത്തിലൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഐഡിയ എന്ന് പറഞ്ഞാൽ ഏത് ഉറച്ച മണ്ണിലും സാധനം അടിപൊളിയാക്കുന്ന സംഭവമാണ്. എന്തായാലും നോക്കട്ടെ. അപ്പോൾ ഓക്കെ, ഏകദേശം ഇതാ കുഴി റെഡി ആയിട്ടുണ്ട്. ഇനി കുഴിയുടെ അടിയിലേക്ക് ലേശം വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങളിങ്ങനെ വിചാരിച്ചു എന്താണ് ഇപ്പോൾ ഇത്ര വലിയ ഐഡിയ എന്നുള്ളത്. ഞാൻ കാണിച്ചു തരാം കേട്ടോ, എന്താണെന്നുള്ളത് കാണിച്ചു തരാം. കാരണം ഇതെല്ലാവരും ചെയ്യണം എന്നാണ്. ഇതൊരു കണ്ടൻറ്റായിട്ട് നിങ്ങൾ കൂട്ടണ്ട, പക്ഷേ ഇതൊരു മെസ്സേജായിട്ട് നിങ്ങൾ കൂട്ടിയാൽ മതി. ഏതെങ്കിലും ഒരാൾ ഇത് അനുകരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഭാവിക്ക് ചെയ്യുന്ന ഏറ്റവും നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും ഒരു പക്ഷേ. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകണം കേട്ടോ. അതിൻ്റെ കവർ എടുക്കണം, ഞാൻ കാണിച്ചു തരാം. ഇത് എന്താ പറയുക, ഒരു മരമാണ്. മരം എന്ന് പറഞ്ഞാൽ നമ്മൾ ആര്യവേപ്പാണ് കേട്ടോ. ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണ്. ഇത് വലിയൊരു വടവൃക്ഷമായി വളരൊന്നുമില്ല. അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല തണലും ഒക്കെ കിട്ടുന്ന ഒരു സംഭവമാണ് ഈ ഒരു ആര്യവേപ്പ്. അതുമാത്രത്തിൽ നല്ല അടിപൊളി ഫ്രഷ് എയർ കൂടി പ്രൊഡ്യൂസ് ചെയ്യുന്ന സംഭവം കൂടിയാണ്. അറിയാമല്ലോ ആര്യവേപ്പിൻ്റെ ഒരു ഗുണങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ഞാനിപ്പോൾ എന്തിനാണ് ഈ വീഡിയോ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും പിന്നെ ചൂട് വരുമ്പോൾ ചൂടിനെങ്ങനെ പഴിക്കും, അല്ലെങ്കിൽ കാലാവസ്ഥനെ എങ്ങനെ കുറ്റം പറയും. ഒരാൾ പോലും കാലാവസ്ഥനെ എങ്ങനെ നമുക്ക് അനുകൂലമാക്കി എടുക്കാമെന്ന് ഒരാളും പറഞ്ഞതുവരെ കേട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ഓരോ വർഷം എത്ര പേര് ഒരു മരം നട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ റോഡ് വികസനം ആയിക്കോട്ടെ, എന്ത് വികസനം ആയിക്കോട്ടെ, ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുത്തുന്നത് മരങ്ങളാണ്. ഈ മരങ്ങളില്ലാത്തതിൻ്റെ പേരിൽ തന്നെയാണ് ഈ പ്രകൃതി നമ്മളോട് ഇങ്ങനെ ചൂടാവണത്. അതേപോലെ ഓരോരുത്തരും അവനവൻ്റെ വീട്ടിൽ ചെറിയ ചെറിയ മരങ്ങളും ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുക. അതുമൂലം നമുക്ക് നല്ല ഫ്രഷ് എയർ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു പരിപാടി ക്രിയേറ്റ് ചെയ്തത്. ഞാൻ പറഞ്ഞത് ഒരു കണ്ടൻറ്റായിട്ട് നിങ്ങൾ കൂട്ടണ്ട, നിങ്ങൾ ഒരു മെസ്സേജായിട്ട് കൂട്ടിക്കോ. എന്തായാലും ഇങ്ങനത്തെ ഒരു 1-2 ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ പറഞ്ഞത്, നമുക്കില്ലെങ്കിലും ഒരു പക്ഷേ ഇത് 5-6 കൊല്ലം കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് ഒരു പക്ഷേ ഉപകരിക്കും കേട്ടോ. ഇതേപോലെ എല്ലാവരും ചെയ്താൽ ഭാവിയിൽ നമുക്ക് ഈ പ്രകൃതി ചൂടാകുന്ന സംഭവത്തിനെ നമുക്ക് ഇല്ലാതാക്കാം. ഈ ചെറിയ കവറുണ്ടല്ലോ, ഇത് നഴ്സറിയിൽ നിന്ന് ഇങ്ങനെ കിട്ടുന്നതാണ്. ഇതൊരു കത്തിയോ അല്ലെങ്കിൽ കയ്യോ ഉപയോഗിച്ചിട്ട് സുഖമായിട്ട് കീറിക്കളയാം. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ചെടി എങ്ങനെ നടണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ആർക്കും പറഞ്ഞു തരണ്ട എന്ന് തോന്നുന്നു. നേരെ വെക്കുന്നു. ഇവിടെ അങ്ങനെ കുറച്ച് ഉറച്ച മണ്ണാട്ടോ. നമ്മളെന്ത് ചെയ്യുന്നു, അടി നമ്മൾ നേരത്തെ കുറച്ച് നനച്ച് കൊടുത്തിട്ടുണ്ട്. മാന്തി വെച്ച കംപ്ലീറ്റ് മണ്ണും അതിലേക്കാണ്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഏത് ഉറച്ച മണ്ണിലായാലും ശരി മരം വളരും, അതിൽ യാതൊരു സംശയമില്ല. എത്ര പാറ പോലത്തതാണെങ്കിലും മരം അങ്ങനെ വളർന്നോളും. അതെ, ഒന്ന് ഈ മണ്ണൊന്നും അങ്ങനെ തെളിച്ചു കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഇപ്പോൾ ഒരു പക്ഷേ ഉപകാരം ഉണ്ടായിക്കൊള്ളുന്നില്ല. നമ്മൾ ചിലപ്പോൾ 3-4 കൊല്ലം കൊണ്ടിട്ട് അടിച്ചു പോകും. അപ്പോൾ നമ്മളെ മക്കൾക്ക് എന്തായാലും ഭാവിയിൽ ഉപകരിക്കും. ഇതേപോലെ എല്ലാവരും ചെയ്യുക. 10 പേര് ഇത് ഇൻസ്പയറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ ഒരു പുണ്യം കിട്ടുമല്ലോ. ഇതിനെങ്ങനെ രാവിലെയും വൈകുന്നേരത്തും ഒന്ന് നല്ല അടിപൊളിയായിട്ട് നനച്ചു കൊടുത്താൽ അടിപൊളിയാവും. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ ഒരു ചൂടിനെ കുറക്കാനുള്ള വീഡിയോ. അപ്പോൾ ഫുൾ സെറ്റ്. ഇനി എന്ത് ചെയ്യുക, കുറച്ച് വെള്ളം കൂടെ ബാക്കിയുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ തെളിച്ചു കൊടുത്തിട്ടേ നൈസായിട്ട് നമുക്ക് വിടാം. പിന്നെ ഇത് മാത്രമല്ല കേട്ടോ, ഞാൻ ഔഷധ ഗുണങ്ങളില്ല മരം എന്ന ലെവലിൽ ഇങ്ങനെ നോക്കിയപ്പോൾ ഇതാണെങ്കിൽ എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ പറയാമല്ലോ വലിയ വൃക്ഷം വെച്ച് കഴിഞ്ഞാൽ അത് വലുതായിട്ട് വീടുമ്പോഴൊക്കെ മറിയാനും അല്ലെങ്കിൽ കാറ്റടിക്കുമ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം തണലും കിട്ടും, എന്നാൽ നമുക്ക് വലിയ ദോഷം ഉണ്ടാക്കാത്ത ചെടികൾ. ഉങ്ങ് പറഞ്ഞിട്ടൊരു മരമുണ്ട്, അത് നല്ല തണലുള്ള മരമാണ്.
പക്ഷേ അതിന് ഔഷധ ഗുണങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, അത് വേറെ സത്യം. അത് വാങ്ങാം. അതേപോലെ പിന്നെ ഫലപ്രദമായിട്ടുള്ള സംഭവമാണെങ്കിൽ സപ്പോട്ട നല്ലൊരു ഓപ്ഷനാണ്. കാട് പോലെ ഇങ്ങനെ വളരും, പക്ഷേ ചെറിയ മരങ്ങളായിട്ടാണ്, ചില്ലകളെ ഉണ്ടാവുള്ളൂ. അതാവാം. എനിക്ക് അത്യാവശ്യം ഈ എന്താ പറയുക ആയുർവേദത്തോട് താല്പര്യത കൊണ്ടാണ് ഞാൻ ഈ ഒരു സാധനം ഇതാക്കിയത് കേട്ടോ. ഇനി ഒന്നുകൂടി ഉണ്ട്, അതും കൂടി നടണം. അപ്പോൾ മാക്സിമം ഈ വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ചൂടിനെ അല്ലെങ്കിൽ കാലാവസ്ഥയൊക്കെ പഠിക്കും മുമ്പ് എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ചൂട് ക്രമാതീതമായി ഓരോ വർഷവും കൂടാൻ കാരണം എന്താ എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് മരങ്ങളുടെ ഇല്ലായ്മയാണ്. കാരണം മരങ്ങൾ വെട്ടാൻ എല്ലാവരും ഉഷാറാണ്, നടാൻ ആരും തയ്യാറല്ല. അപ്പോൾ മാക്സിമം എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുമോ. ആരെങ്കിലും ഒരാൾ നന്നാക്കി എടുത്തു കഴിഞ്ഞാൽ സെറ്റാവുമല്ലോ. നമുക്ക് വേണ്ടിയിട്ടല്ല, നമ്മുടെ ഭാവി തലമുറക്ക് വേണ്ടിയിട്ട്. ഓക്കെ, ബൈ.